നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാത്തവർക്കും അദാനിയെയും ഹിൻഡൻബർഗിനെ പറ്റി അറിയാം. ആ ഹിൻഡൻബർഗ് അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. 2017 നദാൻ ആൻഡേഴ്സൺ സ്ഥാപിച്ച ഹിൻഡൻബർഗ് 8 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെയും നിക്ഷേപകരുടെയും അഴിമതികൾ കണ്ടെത്തുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അഴിമതി ഉണ്ടെന്ന് സംശയിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുകയും തുടർന്ന് ഈ പ്രശ്നങ്ങൾ തുറന്നു കാട്ടിയുള്ള വിശദമായ റിപ്പോർട്ടുകൾ പബ്ലിക്കലി പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഹിൻഡൻബർഗ് ചെയ്തിരുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഹിൻഡൻബർഗ് പരിചയമാവുന്ന 2023 അദാനിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ്. അതേ തുടർന്ന് അദാനി ഓഹരികൾ തുടർച്ചയായി ഇടുകയും നിക്ഷേപകർക്ക് 1.7 ലക്ഷം കോടി രൂപ നഷ്ടമാവുകയും ചെയ്തിരുന്നു. അദാനിക്ക് മുമ്പ് ഹിൻഡൻബർഗിന്റെ ആക്രമണം നേരിട്ടത് നിക്കോള കോർപ്പറേഷൻ എന്ന കമ്പനിയായിരുന്നു. ഇലക്ട്രിക് ട്രക്ക് നിർമ്മാതാക്കളായ കമ്പനി അതിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിക്ഷേപകരെ കബളിപ്പിക്കുമായിരുന്നു എന്ന് കാട്ടിയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതേ തുടർന്ന് നിക്കോളയുടെ സ്ഥാപകനെ വഞ്ചനാക്കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2021 ഐക്കൺ എന്റർപ്രൈസ് എന്ന കമ്പനിക്കെതിരെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ കമ്പനിക്കെതിരെ കനത്ത പിഴ ചുമത്തുകയും നിയമ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ 2024 വീണ്ടും അദാനിക്കെതിരായും സെബി ചെയർപേഴ്സണെതിരായും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തുതന്നെയായാലും ഒത്തിരി വിവാദങ്ങൾ നിറഞ്ഞതും ചൂടേറിയ ചർച്ചകളിൽ ഇടം പിടിക്കുകയും ചെയ്ത ഹിൻഡൻബർഗിന്റെ യാത്രയാണ് ഇവിടെ അവസാനിക്കുന്നത്. യാത്ര അവസാനിക്കുമ്പോഴും നിഗൂഢതകൾ ഇപ്പോഴും ചുരുളഴിഞ്ഞിട്ടില്ല.